إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കാൻ ശ്രമിക്കണേ എന്നാദ്യമായി എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 46-ാം അധ്യായം സൂറത്തുൽ അഹ്ഖാഫിന്റെ 15-ാമത്തെ ആയത്തിൽ 40 വയസ്സ് പ്രായമെത്തുന്ന ഒരാൾ നടത്തുന്ന പ്രാർത്ഥനയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. കൂഫ സ്വദേശിയായ പ്രഗൽഭ പണ്ഡിതൻ, താബിഈയാണ് അദ്ദേഹം. ത്വൽഹത്ത് ഇബ്നു മുസരിഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഉസ്തുഹിറ ബിഖൽബി സയ്യിദുൽ ഖുറാഅ ഫി സമാനിഹി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സയ്യിദുൽ ഖുറാഅ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അബ്ദുല്ലാഹി ഇബ്നു അബീ ഔഫ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രഗൽഭരായ ഒരുപാട് സഹാബിമാരുമായി സഹവസിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. ഒരിക്കൽ അദ്ദേഹത്തോട് അബൂ മഅ്ശർ എന്ന് പറയുന്ന ഒരാള്
അദ്ദേഹത്തിന്റെ അരികിൽ വരികയും സ്വന്തം മകനെ കുറിച്ച് പരിഭവപ്പെട്ടപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആയത്ത്, അതിൽ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാനാണ് അതിന്റെ പരിഹാരമായി അദ്ദേഹം നിർദ്ദേശിച്ചു കൊടുത്തത്. ഈ ഒരു സംഭവം തഫ്സീറുൽ ഖുർത്തുബിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യന്റെ വിവേക ബുദ്ധിക്ക് പക്വതയും പാകതയും വരുന്ന ഒരു പ്രായമുണ്ടെങ്കിൽ അത് 40-ാമത്തെ വയസ്സാണ്. പല പ്രവാചകന്മാരുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്തായ നുബുവത്ത് അവർക്ക് ലഭിച്ചിട്ടുള്ളത് 40-ാമത്തെ വയസ്സിലായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഏറെക്കുറെ 33 വയസ്സ് പ്രായം മുതൽ യൗവനത്തിന്റെ പ്രത്യേകതകളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയും പിന്നീട് പക്വതയും പാകതയും പരിചയവും അയാളിൽ സ്ഥാനം പിടിക്കുകയും ചെയ്യും. 40 വയസ്സ് തികയുമ്പോൾ ഏറെക്കുറെ അതിന്റെ പൂർണ്ണാവസ്ഥ പ്രാപിക്കുകയും പിന്നീട് ഏതാണ്ട് ഒരു 60 വയസ്സ് വരെ കാര്യമായ മാറ്റമില്ലാതെ ആ നില അങ്ങനെ തന്നെ തുടർന്നു പോവുകയും ചെയ്യാറുണ്ട്. 60 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ അവസ്ഥ കീഴിപ്പോട്ട് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇതാണ് മനുഷ്യന്റെ പൊതുവിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ശരിയായ തന്റെ ഇടവും പാകതയും എത്തുന്ന അയാളുടെ 40-ാമത്തെ വയസ്സിൽ മനുഷ്യൻ അവന്റെ മുമ്പോട്ടും പിമ്പോട്ടും തിരിഞ്ഞു നോക്കുന്ന പക്ഷം ഒരു വശത്ത് അവന്റെ മാതാപിതാക്കളെയും മറുവശത്ത് അയാളുടെ സന്താനങ്ങളെയും അയാൾക്ക് കാണാൻ സാധിക്കും. മാതാപിതാക്കളോടും സന്താനങ്ങളോടുമുള്ള കെട്ടുപാടുകളും അവരോടുള്ള കടപ്പാടുകളും അവരോടുള്ള ബാധ്യതകളും അവരുടെ ഭൂതകാല ഭാവി വർത്തമാന ചിന്തകളും അയാളുടെ മനസ്സിൽ നിറഞ്ഞു കിടക്കുന്നതായി കാണാൻ കഴിയും. അങ്ങനെ ആ സന്ദർഭത്തിൽ അയാൾ നടത്തുന്ന ഒരു ദുആയാണ് സൂറത്തുൽ അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. എന്താണ് അള്ളാഹു പറഞ്ഞത്? ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സനഹ ഖാല റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ വഅൻ അഅമല സാലിഹൻ തർളാഹു വഅസ്ലിഹ് ലി ഫീ ദുർരിയ്യതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു, അങ്ങനെ അയാൾ അവൻ തന്റെ പൂർണ്ണ ശക്തി പ്രാപിക്കുകയും വബലഗ 40 സനഹ, അയാൾക്ക് 40 വയസ്സിലെത്തുകയും ചെയ്താൽ ഖാല, അയാൾ പ്രാർത്ഥിക്കും, അല്ലാഹുവോട് പറയും, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ. അല്ലാഹുവേ, നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, എന്റെ മാതാപിതാക്കൾക്കും നീ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, അതിന് ശുക്ർ ചെയ്യാൻ അല്ലാഹുവേ നീ എനിക്ക് പ്രചോദനം നൽകണമേ. ഇതാണ് ഒന്നാമത്തെ ദുആ. രണ്ടാമത്തെ ദുആ, അൻ അഅമല സാലിഹൻ തർളാഹ്. അല്ലാഹുവേ, നീ തൃപ്തിപ്പെടുന്ന, നിനക്ക് സംതൃപ്തകരമായ അമലു സാലിഹാത്തുകൾ ചെയ്യാൻ നീ എനിക്ക് പ്രചോദനം നൽകണമേ. ഇതാണ് രണ്ടാമത്തെ ദുആ. മൂന്നാമത്തെ ദുആ, അസ്ലിഹ് ലീ ഫീ ദുർരിയ്യതി. എന്റെ സന്തതികളെ നീ നന്നാക്കണേ അല്ലാഹ്, അവരിൽ നീ നന്മയുണ്ടാക്കണേ അല്ലാഹ്. ഇതാണ് മൂന്നാമത്തെ ദുആ. നാലാമത്തത്, ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു നൽകണമേ, നിനക്ക് പൂർണ്ണമായി കീഴ്പ്പെടുന്ന ഒരു മുസ്ലിമാണ് ഞാൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അയാൾ ആ ദുആ അവസാനിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ അവതരിച്ചതാണ് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, വഅജാബഹു അല്ലാഹു അസ്സ വജൽ.
അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകി. ഈ പ്രാർത്ഥന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു. എനിക്ക് 40 വയസ്സായി. അദ്ദേഹത്തിന് 40 വയസ്സായ സന്ദർഭത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥന. അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ ഒരുപാട് നിഅമത്തുകൾ നീ നൽകിയിട്ടുണ്ട്, സാമ്പത്തികമായി, ആരോഗ്യപരമായി, മറ്റനേകം നിഅമത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന 9 അടിമകളെ അള്ളാഹു സാമ്പത്തികമായി നിഅമത്ത് നൽകിയപ്പോൾ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചുകൊണ്ട് ആ അടിമകളെ അദ്ദേഹം മോചിപ്പിച്ചെടുക്കുകയാണ്. അതിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാട് പ്രഗൽഭരായ ഇസ്ലാമിക ലോകത്തറിയപ്പെട്ട മഹാന്മാരായ സഹാബികൾ ഉണ്ടായിരുന്നു. വലം യദഅ ശൈഅൻ മിനൽ ഖൈരി ഇല്ലാ അഅനഹു അല്ലാഹു അസ്സ വജൽ. ഒരു നന്മയും അദ്ദേഹം വിട്ടേച്ചു പോയിട്ടില്ല. ജീവിതത്തിൽ അള്ളാഹു എന്തൊക്കെ നിഅമത്ത് കൊടുത്തിട്ടുണ്ടോ അതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചിട്ടുള്ള, അതിന് ശുക്ർ കാണിച്ചിട്ടുള്ള മഹാനായ സഹാബിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, ഇന്ന് നോമ്പ് നോറ്റ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് എന്ന്. ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജിനാസ, ഇന്നൊരു ജിനാസയെ പിൻപറ്റിയ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് എന്ന്. ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്നൊരു പാവപ്പെട്ടവനെ ഭക്ഷിപ്പിച്ചവൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് എന്ന്. ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദ, ഇന്നൊരു രോഗിയെ സന്ദർശിച്ച ആൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന യാ റസൂലല്ലാഹ്. ഒരു ദിവസം ഒരു സദസ്സിൽ ഒരു സമയത്ത് ചോദിച്ച 4 ചോദ്യത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് എന്ന്. എല്ലാ നന്മയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ആരോഗ്യപരമായ, സാമ്പത്തികമായ എല്ലാ അനുഗ്രഹത്തിനും നന്ദി കാണിച്ച മഹാനായ ഒരു സഹാബിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ ഹദീസിന്റെ അവസാനത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മജ്തമഅന ഫിംരിഇൻ ഇല്ലാ ദഖലൽ ജന്ന, ഇതെല്ലാം ഒരാളിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എന്ന്. നോക്കൂ നിങ്ങൾ, അങ്ങനെയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അവതരിച്ചത്. 40-ാമത്തെ വയസ്സിൽ ഈ ദുആ ചെയ്ത് അള്ളാഹുവിൽ നിന്നുള്ള പ്രചോദനം ലഭിച്ച് നന്മകളിൽ മുന്നേറിയ മഹാനായ സഹാബി. നോക്കൂ നിങ്ങൾ, ഈ ഒരു ദുആഇന്റെ 40 വയസ്സുകാരൻ പ്രാർത്ഥിക്കേണ്ട 3-ാമത്തെ ഒരു ദുആയായി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി എന്നതാണ്. എന്റെ സന്താനങ്ങളെ നന്മയുള്ളവരാക്കി മാറ്റണേ എന്ന്. സ്വാഭാവികമായും 40 വയസ്സാകുമ്പോൾ അയാൾക്ക് ഒരുപാട് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സന്ദർഭത്തിലുള്ള പ്രാർത്ഥനയാണ്, എന്റെ മക്കളെ നന്മയുള്ള മക്കളാക്കി തരണമേ എന്ന്. ഈ സദസ്സിൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, വാർദ്ധക്യത്തിന്റെ വിഷമകഥകളിലേക്ക് എത്തിയിട്ടില്ലാത്തവർ പ്രത്യേകമായി ദുആ ചെയ്യേണ്ടുന്ന ഒരു ദുആയാണ്. ഈ ഖുതുബ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ അമാനി മൗലവിയുടെ തഫ്സീർ എടുത്ത് സൂറത്തുൽ അഹ്ഖാഫിന്റെ 15-ാമത്തെ ആയത്തിലുള്ള ഈ പ്രാർത്ഥനയുണ്ടല്ലോ, ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഈ പ്രാർത്ഥന നമ്മൾ കാണാതെ പഠിക്കുകയും 40 വയസ്സായിട്ടുണ്ടെങ്കിൽ പ്രത്യേകം അത് പഠിച്ച് ചൊല്ലുകയും ജീവിതത്തിൽ പതിവാക്കുകയും ചെയ്യേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണത്. എന്താണ് പറയുന്നത്? എന്റെ മക്കളെ നന്മയുള്ള മക്കളാക്കി മാറ്റണേ എന്ന്. സ്വാലിഹായ മക്കൾ ഉണ്ടാവുക എന്നതിനേക്കാൾ വലിയ നിഅമത്ത് എന്താണുള്ളത്? നല്ല സ്വാലിഹായ മക്കൾ നമുക്കുണ്ട് എങ്കിൽ അതിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങളാണ് ലഭിക്കാനുള്ളത്. ഹദീസുകൾ പരിശോധിച്ചാൽ ധാരാളം കാണാൻ കഴിയും. ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. നോക്കൂ നിങ്ങൾ, നമുക്ക് നല്ല ഒരു മകൻ ഉണ്ടെങ്കിൽ, നമുക്ക് നല്ല ദീനീ ബോധമുള്ള ഒരു മകൾ ഉണ്ടെങ്കിൽ, നോക്കൂ നിങ്ങൾ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ
പരലോകത്തെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഇബ്നു മാജ അദ്ദേഹം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഒരു ഹദീസിൽ കാണാം, ഇന്നർ റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്നഹ്. അല്ലാഹു ഒരു അടിമയുടെ സ്വർഗ്ഗത്തിലെ പദവി ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അടിമ ചോദിക്കുന്നു, ഇതിന് മാത്രം നന്മകളൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എനിക്ക് എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള പദവികൾ ലഭിച്ചത് എന്ന്. അപ്പോൾ അല്ലാഹു ആ അടിമകൾക്ക് നൽകുന്ന ഒരു മറുപടി ഉണ്ട്. നിന്റെ മകൻ, നിന്റെ മകൾ, നിന്റെ സന്തതികൾ നിനക്ക് വേണ്ടി ദുനിയാവിൽ നിന്ന് ഇസ്തിഗ്ഫാർ ചെയ്തത് കൊണ്ടാണ് നിന്റെ പദവികൾ ഉയർത്തപ്പെടുന്നത് എന്ന്. ആ ഭാഗ്യവാന്മാരിൽ രക്ഷിതാക്കളെ, മാതാപിതാക്കളെ, ഉമ്മമാരെ, ഉപ്പമാരെ, എന്റെ ശബ്ദം കേൾക്കുന്നവരെ നമ്മളിൽ ഉണ്ടാകുമോ? നമ്മുടെ മക്കളുടെ ദീനീ ബോധം എത്രയുണ്ട്? ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി എന്റെ മകൻ ഇസ്തിഗ്ഫാർ ചൊല്ലും എന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ? ആ രൂപത്തിലാണോ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയിട്ടുള്ളത്? എന്റെ മകൾ അത്യാവശ്യം ദീനീ ബോധമുള്ളവളാണ്, എന്നോട് വലിയ സ്നേഹമാണ്, ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി സ്ഥിരമായി അവർ ദുആ ചെയ്യും എന്ന് പറയാൻ നമുക്കൊക്കെ സാധിക്കുമോ? ആ രൂപത്തിലാണോ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ആത്മാർത്ഥമായി വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. മക്കളെ വളർത്തുമ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം. അതിലുള്ള ഒരു യഖീൻ ഉണ്ടല്ലോ, അള്ളാഹു ഉണ്ട് എന്നത്. നോക്കൂ നിങ്ങൾ, ഒരു ചെറിയ കുട്ടി, ആ ചെറിയ കുട്ടിയുടെ പിന്നിൽ പോയി ഒരു കൈ ഇങ്ങനെ കൊട്ടിയാൽ ആ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും തിരിഞ്ഞു നോക്കും. കാരണം ആ കുട്ടിക്ക് പോലും അറിയാം ആ പിന്നിൽ കൊട്ടി ആ ശബ്ദം ഉണ്ടാകണമെങ്കിൽ ഒരു കാരണം ഉണ്ടാകണമെന്ന്. രണ്ട് കാര്യങ്ങൾ കൂട്ടിയെടുക്കുമ്പോഴേ ആ ശബ്ദം ഉണ്ടാവുകയുള്ളൂ എന്ന് ഒട്ടും തിരിയാത്ത ആ കുട്ടിക്കറിയാമെങ്കിൽ ഇത്ര സൂക്ഷ്മവും സ്ഥൂലവുമായ അതിവിശാലമായ ഈ പ്രപഞ്ചം ഇങ്ങനെ കൃത്യമായി സഞ്ചരിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു നിയന്താവ്, ഒരു ഖയ്യൂം, ഒരു ഹൈ, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രക്ഷിതാവ് ഉണ്ട് എന്നതിൽ ആർക്കാണ് സംശയമുള്ളതും? ലിബറലിസത്തിന്റെ, ദൈവനിരാസത്തിന്റെ, മതമില്ല എന്ന് പറയുന്നതിന്റെ, അതിന്റെ വല്ലാത്ത ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അങ്ങനെയുള്ള ചിന്തകൾ കുട്ടികളിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ചും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം. ആ യഖീൻ ഉണ്ടല്ലോ, ആ യഖീൻ നമ്മളിൽ, നമ്മുടെ കുട്ടികളിൽ നമ്മൾ നന്നായി ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മൾ ദുആ ചെയ്യണം. ഒരുപാട് പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അൻതൽ ഹഖ് വഖൗലുകൽ ഹഖ് വവഅദുകൽ ഹഖ് വലിഖാഉകൽ ഹഖ് വൽജന്നതു ഹഖ് വന്നാറു ഹഖ് വസ്സാഅതു ഹഖ് വന്നബിയ്യൂന ഹഖ് വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ് എന്ന് പറയുന്ന അല്ലാഹ്, നീ സത്യമാണ്, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്, പ്രവാചകന്മാർ സത്യമാണ്, അന്ത്യനാൾ സത്യമാണ്, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യമാണ്. ഇത് എപ്പോഴും നിരന്തരം നമ്മളും നമ്മുടെ മക്കൾക്കും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനെ പിടിച്ചിരുത്തി നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു ദുആ കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളിൽ ആദ്യം ഉണ്ടാക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള യഖീനാണ്. രണ്ടാമത്തേത്, നമസ്കാരത്തിന്റെ പ്രാധാന്യം അവരെ നമ്മൾ ബോധ്യപ്പെടുത്തണം. മുമ്പുള്ള ഒരുപാട് ഖുത്ബകളിലൊക്കെ ഈ വിഷയം നമ്മൾ സംസാരിച്ചതാണ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ മക്കളിൽ സ്വഭാവം എങ്ങനെയാണ്, അവരുടെ പെരുമാറ്റ രീതി എങ്ങനെയാണ്, അവരുടെ സഖാഫ, അവരുടെ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ നിരന്തരം ഉപദേശിക്കണം. സൂറത്തുൽ ലുഖ്മാനിൽ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകിയ ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ പോയി, പ്രത്യേകിച്ച് അവധിക്കാലമാണല്ലോ, നമുക്ക് സമയമുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. സൂറത്തുൽ ലുഖ്മാൻ എടുത്ത് തഫ്സീറുകളിൽ മുന്നിൽ വെച്ച് 1, 2, 3 തവണ ആ സൂറത്ത് നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ ഓരോ തവണ എത്ര തന്നെ നമ്മൾ ആവർത്തിക്കുമോ പുതിയ പുതിയ അറിവുകൾ, ഒരുപാട് സമാധാനം
അതിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം മകന് നൽകുന്ന ഉപദേശമുണ്ട്, വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർദി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ വഖ്സിദ് ഫീ മശീക് വഗ്ദുദ് മിൻ സൗതിക് ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, അഹങ്കാരത്തോടുകൂടി മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിൾ ഒരിക്കലും നീ തിരിച്ചു കളയാൻ പാടില്ല മോനെ. വലാ തംശി ഫിൽ അർദി മറഹ, ഭൂമിയിലൂടെ പൊങ്ങച്ചം കാട്ടി നീ നടക്കരുത് മോനെ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനുമായ ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടില്ല മോനെ. വഖ്സിദ് ഫീ മശീക, നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം മോനെ. വഗ്ദുദ് മിൻ സൗതിക്, നിന്റെ ശബ്ദം നീ ഒതുക്കി സംസാരിക്കണം മോനെ. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വെറുപ്പളവാക്കുന്ന ശബ്ദം കഴുതയുടെ ശബ്ദമാണ് മോനെ. അതുകൊണ്ട് ശബ്ദം നീ താഴ്ത്തു മോനെ, മിതത്തിൽ നീ നടക്കും മോനെ, മറ്റുള്ളവരെ വെറുപ്പിക്കരുത് മോനെ എന്ന് പറഞ്ഞ് അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങളുണ്ട്. വളർത്തു ഗുണം എന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. സംസ്കാരം എന്ന് പറയുന്ന കാര്യം നമ്മുടെ കുട്ടികളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ്. രക്ഷിതാക്കൾ എന്ന നിലക്ക് അവധിക്കാലമാണല്ലോ, നമ്മുടെ കുട്ടികളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സംഗതി തന്നെയാണത്. അഹംഭാവം മൂലം ജനങ്ങളുടെ നേരെ നീ മുഖം ചുളിക്കരുത് എന്ന് നമ്മുടെ കുട്ടികളോട് നമ്മൾ ഉപദേശിക്കണം. അവഗണിച്ചുകൊണ്ട് അവരിൽ നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ മൂത്തവരിൽ നമ്മളെക്കാൾ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർ ബഹുമാനിക്കാനും ആദരിക്കാനും നീ പഠിക്കണം മോനെ എന്ന് നീ അവരെ ഉപദേശിക്കണം എന്നതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കൾക്ക് ആരോടും ഒരു ബഹുമാനമില്ല. മൂത്തവരോട്, വലിയ പ്രായമുള്ളവരോട് യാതൊരു ആദരവുമില്ല. പഠിപ്പിക്കുന്ന അധ്യാപകരെ പോലും തെറി പറയുന്ന മക്കളാണ് വളർന്നു വരുന്നത്. രക്ഷിതാക്കളെ ഉമ്മമാരോട് സ്നേഹമില്ല, അവരോടൊരു ബഹുമാനമില്ല. മൂത്തവരെ കണ്ടാൽ എണീറ്റ് കൊടുക്കുകയില്ല. അവരോട് യാതൊരു ബഹുമാനവുമില്ലാത്ത മക്കൾ വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഉപദേശത്തിന് വലിയ പ്രസക്തിയുണ്ട്. എപ്പോഴും നിന്നേക്കാൾ പ്രായമുള്ളവരെ കണ്ടാൽ പ്രസന്ന മുഖത്തോടും വിനയത്തോടും കൂടി പെരുമാറാനും സംസാരിക്കാനും നീ അറിയണം, അത് നീ പഠിക്കണം എന്ന് നീ അവരെ ഉപദേശിക്കണം. വീട്ടിൽ വരുന്ന അതിഥികളോട് എങ്ങനെ പെരുമാറണം എന്ന് മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. മൊബൈൽ സ്ക്രീനിന്റെ ഈ യുഗത്തിൽ ഏത് സമയവും കുട്ടികളിൽ ഫോണാണുള്ളത്. അവരുടെ കൈകളിൽ ഏത് സമയവും അവർ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അതിഥി പെട്ടെന്ന് വീട്ടിലേക്ക് വന്നാൽ ആ മൊബൈൽ ഒന്ന് എടുത്തു വെച്ച് അവരോട് പോയി സലാം പറഞ്ഞ് വീട്ടിൽ കയറിയിരിക്കൂ എന്ന് പറഞ്ഞ് മാന്യമായി സംസാരിക്കാനും പെരുമാറാനുമുള്ള ഒരു പക്വതയിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ്. മുതിർന്ന ചില ആളുകളും അക്കാര്യം ശ്രദ്ധിക്കണം. അവരോട് ഒരാൾ സംസാരിക്കുമ്പോൾ പുച്ഛത്തോട് മുഖം തിരിക്കുന്ന ചില ആളുകളെ നമ്മൾ കാണാറുണ്ട്. അത് അഹങ്കാരത്തിന്റെ അടയാളമാണ്. വലാ തംശി ഫിൽ അർദി മറഹ ഇന്നക ലൻ തഖ്രിഖൽ അർദ് വലൻ തബ്ലുഗൽ ജിബാല തൂല എന്ന് സൂറത്തുൽ ഇസ്രാ 17-ാം അധ്യായത്തിൽ 37-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. നീ ഭൂമിയിൽ അഹന്തയോടുകൂടി നടക്കാൻ പാടില്ലെന്ന്. തീർച്ചയായും നിനക്ക് ഈ ഭൂമിയെ പിളർക്കാനൊന്നുമാവില്ല. അത്രയും കഴിവ് നിനക്കുണ്ടോ? ഇല്ലല്ലോ. ഉയരത്തിൽ ചെന്ന് അഹങ്കരിച്ച് അങ്ങനെ ആകാശം മുട്ട പർവ്വതങ്ങളിലേക്ക് ഒപ്പമെത്താൻ നിനക്ക് കഴിയോ? നീ കോടാനുകോടി ജീവജാലങ്ങളിൽ മനുഷ്യൻ എന്ന് പറയുന്ന നിസ്സാരനായ, വളരെ ദുർബലനായ ഒരു മനുഷ്യൻ മാത്രമാണ് നീ. എപ്പോഴും തീർന്നു പോകാവുന്ന, ശ്വാസം നിലച്ചു പോകാവുന്ന, അസുഖം പിടിപെടാവുന്ന ഒരു സാധാരണ ദുർബലനായ ഒരു മനുഷ്യൻ മാത്രമാണ് നീ. അതുകൊണ്ട് അഹങ്കാരം വേണ്ട, അഹന്ത വേണ്ടെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. ആനയെ കണ്ട് ആന നടക്കും പോലെ നമുക്ക് നടക്കാൻ കഴിയുമോ? ആനക്കല്ലേ ആന നടക്കും പോലെ നടക്കാൻ കഴിയൂ. അതുകൊണ്ട് ആനയെ കണ്ട് ആരും ആനയെ പോലെ നടക്കാൻ ശ്രമിക്കരുത്. അഹങ്കാരത്തിന്റെ ലാഞ്ചനകൾ നടത്തത്തിലും ഭാവത്തിലും ശരീരഭാഷയിലും ഉണ്ടാവുന്നത് വെറുക്കപ്പെട്ട തിന്മയാണെന്നർത്ഥം. ആർജവത്തോടെ നമുക്ക് നടക്കാം, ആത്മവിശ്വാസത്തോടെ നടക്കാം എന്ന് വെച്ച് അഹങ്കാരം പാടില്ല.
ഉറക്കെ ശബ്ദമുണ്ടാക്കുന്ന അവസ്ഥകൾ ഒരിക്കലും ഉണ്ടാകരുത്. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അനാവശ്യമായി സംസാരിച്ച് മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന വായാടികളായി നമ്മൾ ആരും, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ, മാറാൻ പാടില്ല. ശ്രോതാവിന്റെ ഹിതം നോക്കാതെ ഉച്ചത്തിൽ ശബ്ദമിടുന്നത് ഒരു യോഗ്യതയാണെങ്കിൽ ആ യോഗ്യതയ്ക്ക് ഏറ്റവും അർഹനായിട്ടുള്ളത് കഴുതയാണെന്നാണ് ഖുർആനിൽ പറഞ്ഞത്. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. പെരുമാറ്റ രീതികളിൽ, സംസാരങ്ങളിൽ പരിസരബോധവും ഔചിത്യബോധവും കാത്തു സൂക്ഷിക്കാൻ മക്കളെ നമ്മൾ ഉപദേശിച്ചുകൊണ്ടേയിരിക്കണം. കലാലയങ്ങളുടെ പരിസരങ്ങളുടെ കൂൾബാറുകളിൽ നമ്മൾ സ്കൂൾ വിടുന്ന സമയങ്ങളിൽ പോയി നോക്കിയാൽ പരിസരബോധം നഷ്ടപ്പെട്ട ഒരുപാട് കൗമാരക്കാരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്കൂൾ വിടുന്ന സമയങ്ങളിൽ ഒരു ബസ്സിൽ നിങ്ങൾ സഞ്ചരിച്ചാൽ ആ ബസ്സിൽ കുട്ടികൾ സംസാരിക്കുന്നത് കേട്ടാൽ നമുക്ക് വെറുപ്പ് തോന്നും. അവരുടെ തെറികൾ പരിസരബോധം നോക്കാതെ, ആരാണ് മുമ്പിലിരിക്കുന്നത്, ആരാണ് സൈഡിലിരിക്കുന്നത് എന്ന് പോലും നോക്കാതെ എന്തൊക്കെയോ അവരുടെ കാര്യങ്ങൾ മാത്രമായി, അവരുടെ ലോകത്തായി, യാതൊരു ആരെയും പരിഗണിക്കാത്ത രീതിയിലുള്ള പരിസരബോധം നഷ്ടപ്പെട്ട കൗമാരക്കാരായി, വിദ്യാർത്ഥികളായി മാറുന്നുവെങ്കിൽ നമ്മുടെ മക്കൾ അതിൽ നിന്ന് മാറണമെങ്കിൽ അത് ആ രൂപത്തിൽ ഉപദേശിച്ച് നല്ല രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നന്മയുള്ള മക്കളാക്കി നമ്മുടെയൊക്കെ മക്കൾ അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സൂറത്തുൽ മാഇദയിൽ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യത്തിലും ധർമ്മനിഷ്ഠയിലും നിങ്ങൾ അന്യോന്യം സഹകരിക്കണം, പാപത്തിലും അതിക്രമത്തിലും നിങ്ങൾ സഹായിക്കുകയും അരുത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്. സഹോദരങ്ങളെ, ഞാൻ ഈ ആയത്ത് ഓതി വെച്ചത് പള്ളി പരിപാലനത്തിൽ നമ്മൾ കൈകോർക്കുന്ന വിഷയത്തിലാണ്. ജമാഅത്ത് നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ വരുന്നവർക്ക് ആവശ്യത്തിന് ഫാനിടാനുള്ള അവസരങ്ങൾ ചില പള്ളികളെങ്കിലും തടയപ്പെടുന്ന അവസ്ഥ ഇന്നുണ്ട്. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, പല ആവശ്യങ്ങൾക്ക് പല സ്ഥലങ്ങളിലേക്കും പോകുന്നവർ. നിസ്കരിക്കാൻ വേണ്ടി ചില പള്ളികളിൽ കയറിയാൽ ടോയ്ലറ്റ് ലോക്ക് ചെയ്യുന്ന അവസ്ഥയുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ചൂടുള്ള സന്ദർഭത്തിൽ ഫാൻ ഇടുന്നത് നിരോധിക്കുന്നത് പ്രത്യേകം എഴുതി വെച്ച പള്ളികൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇത് ശരിയായ പ്രവണതയല്ല എന്ന അഭിപ്രായമാണ് നിങ്ങൾക്കൊക്കെ ഉണ്ടാവുക എന്നെനിക്ക് ബോധ്യമുണ്ട്. പള്ളി നടത്തിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായ ബാധ്യതകളാണ് ചില കമ്മിറ്റിക്കാർ ഇതിന് ന്യായമായി പറയാറുള്ളത്. അതിന് സാമൂഹികമായി പരിഹാരം കാണുകയും വരിസംഖ്യ പോലെയുള്ള, അതല്ലെങ്കിൽ ബക്കറ്റ് കളക്ഷൻ പോലെയുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായി സഹകരിച്ചു കൊണ്ടുള്ള പരിഹാരങ്ങളാണ് പള്ളികളിൽ മഹല്ലുകളിലൊക്കെ ഉണ്ടാവേണ്ടത്. സ്വസ്ഥമായി ആരാധന ചെയ്യാനുള്ള ഇടങ്ങളായി പള്ളികൾ നിലനിർത്താൻ മഹല്ല് ഭാരവാഹികളും നമ്മളും അതിനോട് സഹകരിക്കണം. പള്ളി നിർമ്മാണത്തെക്കാൾ ബാധ്യത എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, പള്ളി നടത്തിപ്പും അത് പരിപാലിക്കലുമാണ്. ഒരു പള്ളി കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. അതിന് വലിയ ശ്രമം ആവശ്യമാണ് എന്ന് എല്ലാവരും തിരിച്ചറിയണം. കുറ്റം പറയാൻ എല്ലാരെ കൊണ്ടും കഴിയും, എന്താ ഓലെങ്ങനെ എന്ന് ചോദിക്കാൻ എല്ലാരെ കൊണ്ടും പറ്റും. പക്ഷേ ഒരു പള്ളി കൃത്യമായി അത് നടത്തിക്കൊണ്ടുപോവുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതിനോട് പൂർണ്ണമായി സഹകരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതിലേക്ക് ആവശ്യമായ സ്ഥിരമായ സഹായഹസ്തം നമ്മുടെ ഓരോരുത്തരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവണം. വാഹിദനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല അൻ തഹിറ ബൈതിയ ലിത്തായിഫീന വൽആകിഫീന
വറുക്കഇ സുജൂദ്. കഅബ ഉണ്ടാക്കിയതിനു ശേഷം ഇബ്രാഹിമിനും ഇസ്മായിലിനും നാം കൽപ്പന നൽകിയത് തവാഫ് ചെയ്യുന്ന ആളുകൾക്കും ഇഅ്തികാഫിരിക്കുന്നവർക്കും തല കുനിച്ച് സാഷ്ടാംഗം ചെയ്തു നിസ്കരിക്കുന്നവർക്കും വേണ്ടി എന്റെ ഭവനത്തെ നിങ്ങൾ ശുദ്ധമാക്കണം എന്നതാണ്. പള്ളി ശുദ്ധിയായി കൊണ്ടു നടക്കുക എന്നത് അതിന്റെ ആളുകൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കടമ തന്നെയാണെങ്കിലും അതിനോട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും അതിന്റെ കൂടെ ഉണ്ടാവണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا واعتدالنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وسلام على المرسلين والحمد لله رب العالمين. قوموا إلى صلاتكم.